45 ദിവസം നീണ്ട പ്രക്ഷോഭത്തിന് ഒടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത്. ഈ രാജിയിലേക്ക് നയിച്ചതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ അടപടലം പാളിയിരിക്കുകയാണ് BJP സർക്കാർ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് BJP വൃത്തങ്ങളിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ രാജി വൈകി, ഇത്രയേറെ അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി എന്നുള്ള ഒരു ചോദ്യം അവരിൽ നിന്ന് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ 2 വർഷത്തിനിടെ 2 സമിതിയാണ്, രണ്ടാമത്തെ സമിതിയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ രാജി എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്ന സമയത്താണ്. അതായത് പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ മോദി രാജിവെക്കേണ്ടി വരുമെന്നുള്ള അഭിജിത് ദീപ്കയുടെ മുദ്രാവാക്യം വന്നതോടുകൂടിയാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രാജിയിലേക്ക് വന്നിട്ട്. സത്യത്തിൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമരവും അതിന്റെ വിജയവുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കഴിഞ്ഞ ഒരു 1990-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പൊതുവെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു മേൽക്കൈ ഉണ്ടായി. ബാബറി മസ്ജിദൊക്കെ തകർന്നു വീഴുകയും പിന്നീട് അയോധ്യ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയൊക്കെ ചെയ്തു. അത് ഏതാണ്ട് ഒരു 2024 വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ഈ ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ജനത്തിനെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് BJP മനസ്സിലായി. കാരണം BJPയുടെ സീറ്റുകൾ കുറഞ്ഞു, ഒട്ടും കുറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ ശേഷം പോലും പിന്നെയും BJP അതിന്റെ ഒരു മൊമെന്റം വീണ്ടെടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള വിജയങ്ങൾ കണ്ടു. ആ വിജയങ്ങളുടെ പലതിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ കൂടിയായിരുന്നു. അപ്പൊ അത്തരത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പോലും പ്രതിപക്ഷം ഇല്ലാതായി. ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിൽ പ്രതിപക്ഷം ഇല്ലാതായി, ഒഡീഷയിൽ കരുത്തിട്ട പ്രതിപക്ഷം ഇല്ലാതായി. അപ്പൊ അങ്ങനെ പ്രതിപക്ഷങ്ങൾ, ബീഹാറിൽ വലിയ പ്രതിപക്ഷം ഇല്ലാതായി, വീണ്ടും അവർ അമ്പെ പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളൊരു വലിയ തോതിൽ ഞങ്ങളുടെ ഒരു അപ്രമാദിത്വം വന്നിരിക്കുന്നു. അടുത്ത 25 കൊല്ലത്തേക്ക്, 30 കൊല്ലത്തേക്ക്, 50 കൊല്ലത്തേക്ക് ഞങ്ങൾ തന്നെ ഭരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ CJP എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വരുന്നത്. രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ല, ഇപ്പോഴും പ്രസ്ഥാനം വരുന്നത്. ആ പ്രസ്ഥാനം ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കുമെന്ന് ഇവർക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ മോദിക്ക് മനസ്സിലായ ഒരു കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ, ഇത് ഇപ്പൊ രാജിവെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനിൽ നിർത്താം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എന്നെ കൊണ്ടേ പോകൂ എന്നുള്ളത് കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലായി. പുള്ളിയുടെ പ്രധാനമന്ത്രി കസേരയും കൊണ്ടേ പോകും. അത് അറിയേണ്ടത്, ഇത് രാജിവെച്ചതിന്റെ അന്ന് രാവിലെ തന്നെ ബീഹാറിലടക്കം വലിയ പ്രക്ഷോഭം ഉണ്ടായി. ബീഹാറിലെ വിവിധ പട്ടണങ്ങളിൽ ആളുകളും സമരക്കാരും ബാക്കി പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു. അപ്പൊ ഇന്ത്യയിലേക്ക് മുഴുവൻ പടർന്നു പിടിക്കാൻ തക്ക ശക്തിയുള്ള, കഴിവുള്ള ഒരു വലിയ ബേസ് ഈ സമരത്തിനുണ്ട്. പ്രത്യേകിച്ചും 20-22 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവരുടെ പേര് കൂടാതെ, ആത്മഹത്യ ചെയ്യാതെ മരിക്കാതെ അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് മരിക്കാത്തവരുണ്ട്, മാനസിക രോഗം വന്നവരുണ്ട്, ഇങ്ങനെ അസുഖം വന്നവരുണ്ട്. ഇത്തരത്തിൽ ഒരു ഇന്ത്യയിലെ ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെ ആകെ പിടിച്ചുലച്ചൊരു സംഭവമാണിത്. അതിൻ്റെ ഒരു ഗ്രാവിറ്റി ആരും മനസ്സിലാക്കിയില്ല. പക്ഷെ CJP മനസ്സിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ BJPക്ക് മനസ്സിലായി ഇത് എൻ്റയർലി കൈവിട്ട് പോവാണ്. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണെന്നേ. രാഷ്ട്രീയത്തിൽ നമ്മൾ 1+1 2 എന്നോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എല്ലാം ഒരേപോലെ നടക്കുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യം ഇല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് പലപ്പോഴും ചില ലോകത്തൊക്കെ ആളുകൾ പറയും, അതായത് ഇങ്ങനെ വളർച്ച പോവുകയാണെങ്കിൽ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യൻ ജനസംഖ്യയെ മറികടക്കും എന്നൊക്കെ പറയും. അങ്ങനെ പോകൂലെന്ന് ഒരിക്കലും. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു രാജ്യത്തുള്ള ആളുകൾ മുഴുവൻ അവിശ്വാസികളായി മാറാം, ഇല്ലേ? ഒരു ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടാം. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു വലിയ സമരമാണ് എന്നുള്ളത് മനസ്സിലായി. ഒന്ന്. രണ്ടാമത്തത്, BJPയെ സംബന്ധിച്ചോളം BJP നടുക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും ഇത് തകർത്തു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കാര്യം ഇനി ഇങ്ങോട്ട് പറയണ്ട എന്നുള്ളത് ജനം മുഴുവൻ പറഞ്ഞു. വർഗീയമായിട്ടുള്ള ഒരു പരാമർശം വേണ്ട എന്നുള്ളത് പറഞ്ഞു. ആദ്യം ഇവര് വിളിച്ചത് ഓർമ്മയുണ്ട, ഇവർക്ക് മുഴുവൻ ഫോളോവേഴ്സ് ഉള്ളത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അഭിജിത്ത് ദീപ്കെ 97% പേർ ഇന്ത്യക്കാർ തന്നെയാണെന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ കണക്കുകളുമായിട്ട് പുറത്ത്
വന്നത്. അതിനുശേഷം ഇവർ വിളിച്ചത് ദേശദ്രോഹികൾ എന്നാണ്. അതായത് മുമ്പത്തെ എല്ലാ സമരങ്ങളിലും ചെയ്തേക്കുന്നത് പോലെ ഞങ്ങളെ എതിർക്കുന്നവരൊക്കെ ദേശദ്രോഹികളാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തു കൊണ്ടുവന്നു. അതിനെയും ഇവര് കൃത്യമായി മറികടന്നു. അതായത് ദേശത്തിനെ കുറിച്ചും തീവ്ര ദേശീയതയെക്കുറിച്ചും ഹിന്ദുത്വത്തിനെ കുറിച്ചും ഒന്നും പറയാൻ പറ്റാത്ത ലെവലിലേക്ക് BJP എത്തി. പകരം ഇതിനൊക്കെയുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ഒക്കെ തന്നെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ആരെങ്കിലും പറയുന്ന ഒരു കമന്റ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമാക്കിയൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ 22 പേരുടെ മരണത്തിന് ഉത്തരവാദിത്തം പറയണം. നിങ്ങൾക്കൊരു പരീക്ഷ പോലും നടത്താൻ കഴിയില്ലേ? നിങ്ങൾ 152 പരീക്ഷകൾ ലീക്ക് ചെയ്യിപ്പിച്ചില്ലേ? ഇതിന്റെ ഫണ്ട് നിങ്ങൾ കൈപ്പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ മറ്റേ അയോധ്യ സ്വർണ്ണക്കൊള്ളയോടുകൂടി ഈ വിശ്വാസമില്ലാതെ ഇവർ വെറുതെ കബളിപ്പിക്കണമെന്ന് പറയുന്ന തോന്നലുണ്ടായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായം മൊത്തം നിങ്ങൾ അടപടലം തകർത്തു എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ മോദി ഗവൺമെന്റിനെ കുറിച്ച് കഴിഞ്ഞ 5 കൊല്ലവും 10 കൊല്ലവും കഴിഞ്ഞൊരു വിമർശനങ്ങൾ ഉണ്ടാവും പോലും ഒരു ഇൻഎഫിഷ്യന്റ് ആണ്, കഴിവുകെട്ട ഒരാളാണ് എന്ന് പറയുന്ന ഒരു വിമർശനം ഉണ്ടായില്ല. പക്ഷെ ഇത് വന്നപ്പോ അതും കൂടിയായി. കാരണം വെച്ചാൽ നിങ്ങളൊരു കഴിവില്ലാത്ത വെറും യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന ഒരു ധാരണ, ഒരു പൊതുധാരണ ആളുകളിലേക്ക് രൂപപ്പെട്ടു. മനസ്സിലായ? ഒരു ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ ആണെന്ന് പറയുന്ന ഒരു ധാരണ രൂപപ്പെട്ടു. അതും കൂടി ആയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അട്ടപ്പടലം ഈ പറയുന്ന എല്ലാ വിട്ടു. പിന്നെ അവരുടെ മുമ്പിൽ രാജി എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദിക്ക് പോലും നമുക്കൊന്നും കിട്ടാത്ത നിരവധി ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടുമല്ലോ. ഉദാഹരണത്തിന് IB-യുടെ ആണെങ്കിലും റോയുടെ ആണെങ്കിലും വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസികളുടെ ആണെങ്കിലും ഒക്കെ തന്നെ വലിയ ഇൻപുട്ടുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അങ്ങേയറ്റം ഇപ്പൊ തന്നെ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി 1 മിനിറ്റ് പോലും വൈകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അന്ന് രാത്രി 12 മണിക്ക് വന്ന് ഒരു സെൽഫി വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം പോലും ഇതുകൊണ്ട് യാതൊരു വിധത്തിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഹി വാസ് പ്രിപ്പയർഡ് ടു റിസൈൻ ധർമ്മേന്ദ്ര പ്രധാൻ. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് കൈവിട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് മുൻകൂട്ടി കണ്ടു. പിന്നെ ഇത് സമരത്തെ അടിച്ചമർത്താനായിട്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും അവരുടെ കയ്യിലുള്ള വടിയും ഇവര് കൂലിക്ക് കൊണ്ടുവന്ന ഗുണ്ടകളൊന്നും മതിയാവൂല്ലെന്ന് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഒരാൾ അടിച്ചു ഓടിക്കുമ്പോ തന്നെ അവിടെ പോയിട്ട് 50 പേരാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. നിങ്ങളൊരു വലിയ അതിക്രമം കാണിച്ച് പരീക്ഷയിൽ ലീക്ക് ചെയ്ത് അതിൽ 10-22 പിള്ളേർ മരിക്കുകയും ചെയ്ത് പിന്നെ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവന്റെ പുറത്ത് മറ്റേ പൊതുയോഗം കൂടി അവനെ വെടിച്ച് കരണം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെയുള്ള ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? പിന്നെ ഇവരുടെ യാതൊരു ആയുധവും ഇവരുടെ അടുത്ത് ഫലിക്കൂല. ഇപ്പൊ മീഡിയ ഹൗസുകൾ ബാക്കിയുള്ളത് അവരെയൊക്കെ പേടിപ്പിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, ഈ പിള്ളേരെ എന്ത് കാണിച്ച് പേടിപ്പിക്കാനാണ്? 15, 25, 30 വയസ്സുള്ള പിള്ളേരെ എന്ത് കാണിച്ച് പേടിപ്പിക്കാനാണ്? ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ സംബന്ധിച്ചോളം ഇനി ഇൻകം ടാക്സ് വരുമെന്ന് പറഞ്ഞാൽ അവരെന്ത് സംഭവിക്കാനാ? ഇൻകം ഇല്ലാത്തവന് എന്ത് ഇൻകം ടാക്സ്? പക്ഷെ നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒരിക്കൽ പോലും ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർക്ക് ഷെയർ ഉള്ളതാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഏഷ്യാനെറ്റിലൊന്നും ഒരിക്കലും മോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല വാർത്ത. എന്നിട്ട് അതിനെതിരെ BJP ഹാൻഡിലുകളിൽ നിന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ മുഴുവനായിട്ടും എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? മുഴുവനായിട്ടും എങ്ങനെ സപ്പോർട്ട് ചെയ്യും? സപ്പോർട്ട് ചെയ്ത് ഇതൊരു ബിസിനസ് കൂടിയല്ലേ. ഈ സാധനം ആരും കാണാണ്ടായാൽ പിന്നെ എന്ത് ചെയ്യൂലേ? ഇതുകൊണ്ട് വല്ല അലമാരിക്കകത്ത് വെച്ച് കൂട്ടാന്നല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? 10-30 കൊല്ലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ഏഷ്യാനെറ്റ് നമ്പർ 1 പൊസിഷനിലെത്തി നിൽക്കുന്നു. കേരളത്തിൽ ആകെ ലാഭകരമായി നടക്കുന്ന ഒരേ ഒരു ചാനലാണ്. ഇപ്പൊ തന്നെ അതിന്റെ വ്യൂവർഷിപ്പ് ഒരുപാട് ഇടിച്ചിട്ടുണ്ട്. ഈ വേഷം കെട്ടും വേളാങ്കിക്കലും ഒക്കെ കൊണ്ടിട്ട് ഇപ്പൊ തന്നെ അതിന്റെ വ്യൂവർഷിപ്പ് ഇടിച്ചിട്ടുണ്ട്. ഇനി അത് ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തത് ഒരു പ്രോ ലെഫ്റ്റ്, ഇടതുപക്ഷ, ബ്രോഡർ ലെഫ്റ്റ് നിലപാടുകളുള്ള ആളുകളുടെയും ഒരു നിഷ്പക്ഷമാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെയും സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇപ്പൊ തന്നെ കുറെ കളഞ്ഞു കുളിച്ചു. ഇനി മോദിയും കൂടി സപ്പോർട്ട് ചെയ്ത് ആകെ 15% വോട്ടേ ഇവിടെ BJPക്കുള്ളു. അപ്പൊ ബാക്കി 85% ആളുകളെ ക്യാറ്റർ ചെയ്യാതെ അവരോട് നുണയും കൂടി പറഞ്ഞ് ഇത് എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് താങ്കൾ ഈ പറയണം. പറയണവന് വെറുതെ അങ്ങ് വായിട്ട് അടിച്ചാൽ മതി.
ഇല്ല മമ്മൂട്ടിയായിട്ട് സിനിമ പറഞ്ഞ പോലെ പേരിടണം കിട്ടാ മതി, വിളിക്കണവനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പോലെ ഇത് പറയണവര് പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരും ഇയാൾ പണം മുടക്കിയേക്കണേണ്. ഇയാള് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇയാളൊരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരൻ എന്ത് ചെയ്തേക്കണേണ്? പണം മുടക്കിയേക്കണേണ്. പണം മുടക്കിയവനെ സംബന്ധിച്ചോളം പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിരിക്കും. അല്ലാതെ അവനെ പറഞ്ഞ് ഇപ്പൊ താങ്കളൊരു വീട് 5 സെന്റ് സ്ഥലം എറണാകുളത്ത് മേടിച്ചിട്ടേക്കണേ, അപ്പൊ അതിനൊരു 1 കോടി രൂപ കിട്ടും. അപ്പൊ വേറെ ആളുകൊണ്ടോ ഞാൻ 2 കോടി രൂപ എന്ന് പറയുമ്പോൾ താങ്കൾ പറയുമോ ഇല്ല നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പോയിക്കോന്ന് പറയാൻ പറ്റുമോ? ഉള്ള സമയങ്ങൾ കാശ് മേടിച്ച് പെട്ടിയിലിടുക എന്നുള്ളതല്ലാതെ പുറത്തും പറയാനില്ല. ഇവിടെ 80-85% ആളുകള് നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളാണ്. പ്ലസ് ഈ പ്രശ്നത്തിൽ 85 നമ്മളെ 90% ആളുകൾ അതായിരിക്കും. കാരണം BJP-ക്കാർക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇയാളെന്ത് പോക്കൃത്തോണി എന്ത് ചെയ്യണം. BJP-ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. BJP-ക്കാരെന്ന് പറഞ്ഞാൽ അവര് പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണല്ലോ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, എന്റെ വീടിന്റെ അടുത്തൊക്കെയുള്ള BJP-ക്കാരുണ്ട്. അവരൊക്കെ പാവം പിടിച്ച ആൾക്കാരാണ്, മനസ്സിലായോ? അവരൊക്കെ അവന്റെ അച്ഛൻ BJP ആയി, പണ്ടെങ്ങോ BJP ആയി പോയതുകൊണ്ട്. അത് പുള്ളിക്ക് BJP എന്താന്ന് പറഞ്ഞിട്ടല്ല, പുള്ളിയൊക്കെ ഏതാണ്ട് BJP-യുടെ സൈഡിലാറ്റേ അവിടെ കണ്ട് ഇരുന്നപ്പോ അത് BJP-യുടെ ഓഫീസാറ്റേ ഇരുന്ന് പുള്ളി അറിയാതെ അവിടെ കയറി ഇരുന്ന് പിന്നെ പുള്ളി BJP ആയി, മനസ്സിലായി? അല്ലാതെ പുള്ളിക്ക് BJP-യുടെ ഐഡിയോളജി ഒന്നും അറിയാത്തൊരു പാവം പിടിച്ച മനുഷ്യരാണ്, മനസ്സിലായി? പുള്ളി ഏതോ ടൈലറിംഗ് ഷോപ്പിൽ പോയപ്പോ അതിന്റെ തൊട്ടിപ്പുറത്ത് BJP-യുടെ ഒരു ഓഫീസ് ഉണ്ടായി. അപ്പൊ അവിടെ കയറി ഇരുന്നപ്പോ പുള്ളി BJP ആയി. പിന്നെ അവരെന്ത് ചെയ്തു, വീട് വെക്കാൻ എന്തോ സഹായം കൊടുത്തു. അപ്പൊ പിന്നെ പുള്ളി ഉറപ്പായിട്ട് BJP ആയി. അങ്ങനെ ആയതാണ്. അല്ല അവരുടെ 2 മക്കളും ഇപ്പൊ BJP ആണ് എന്നും പറഞ്ഞാൽ അവർക്ക് മനസാക്ഷിയില്ലേ? ഈ പറഞ്ഞ മറ്റേ കൊച്ചുങ്ങൾ മരിച്ചു പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യൂലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഏഷ്യാനെറ്റ് വൃത്തിയുടെ കാണിച്ചുകൊണ്ടിരിക്കണേടാ. ഏഷ്യാനെറ്റ് മറ്റേ ഈ പുള്ളീന ബിനു ബി ജോൺ വിളിച്ചേക്കണത്, MA ബേബിനെ വിളിച്ചേക്കണത് എന്താണ്, 8 കാലി മമ്മൂഞ്ഞി എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ ചില്ലറ മേടിക്കണോണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് അല്ലാതെ ഇപ്പൊ എന്താ? മീഡിയനെ കുറിച്ച്, കേരളത്തിലെ മീഡിയകളും ഇതിന്റെ നിലപാടിനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യണം. ഈ ഏഷ്യാനെറ്റും ബാക്കിയുള്ള ആളുകളും ഒക്കെ പറഞ്ഞ് വേറെ കുറച്ച് നിലപാടുകളുണ്ട്, ഗംഭീര നിലപാടുകളാണ്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, MA ബേബിനെ കയറിയിട്ടേ. ഞാൻ പറയണത് കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു അവതാരകനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇതുവരെ? വിളിച്ചിട്ടുണ്ടാ? കെ കരുണാകരനെ കയറി ഒറ്റടിക്ക് കരിങ്കാലി കരുണാകരൻ ഇത് മറ്റേ എതിർ പാർട്ടിക്കാർ പറഞ്ഞ പോലെ വിളിക്കുക? നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമൊക്കെ ഉന്നയിക്കാം, പക്ഷെ അതുപോലെ അല്ലല്ലോ. നമ്മളൊരു ഔദ്യോഗിക സ്ഥാനത്ത് ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ, ഞാനിപ്പോ കൈരളി TV ഇരുന്നോ റിപ്പോർട്ടർ TV ഇരുന്നോ ഇവിടെ ഇരുന്ന് പോലും എന്ത് ചെയ്യില്ലല്ലോ, ശ്രദ്ധിച്ചൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ കൈരളി TV CPM-നെയാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പറയുമ്പോഴത്തേക്ക് ഒരു പരിധി വിട്ടവരെന്തെങ്കിലും വൃത്തിയിട്ട് പറയും? അത് പറയുന്നത് അപ്പൊ ശരിയല്ലല്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, രാഷ്ട്രീയപരമായിട്ടും നിലപാടുപരമായിട്ടും വിമർശിക്കാം. അതല്ലാതെ മറ്റേ 8 കാലി മമ്മൂഞ്ഞെന്നോ മറ്റേ മറ്റേ ഗർഭം കലക്കിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കും. അതും വിളിക്കാൻ പാടില്ല. തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ആദ്യത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോർച്ചയുണ്ടല്ലോ, അതിൽ 2024 ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 7 അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമിതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട്? അതായത് കൃത്യമായിട്ട് ഇതിന്റെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളായിരുന്നു. ഈ നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാജി എന്ന് പറയുന്നത് സ്വയം നമ്മൾ പറയില്ലേ, കുത്തി പുറത്തെടുക്കുന്ന രീതിയിലുള്ള കാര്യത്തിലേക്ക് ആയിപ്പോയില്ല. ഇത് കേൾക്കുമ്പോ ചിരിക്കണോ കരയണോ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അല്ല എന്താന്ന് വെച്ചാ, അപ്പൊ താങ്കളൊക്കെ ഇപ്പോഴും വിശ്വസിച്ചിരിക്കണേ ഇവർക്ക് ഇതൊക്കെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ്? മനഃപൂർവ്വമായിട്ട് അങ്ങനെ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും അജണ്ട ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം താങ്കളോട് പറയാം. ഗ്ലോബറീന ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി കമ്പനിയാണ്. ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെയുള്ള മലയാളം മാധ്യമങ്ങളൊന്നും ഇതൊന്നും പഠിക്കുകയൊന്നുമില്ല. വെറുതെ അങ്ങ് വായിട്ടടിക്കുക, പിന്നെ മമ്മൂഞ്ഞി കിമ്മൂഞ്ഞി എന്നൊക്കെ വിളിച്ച് എന്ത് ചെയ്യുക, പ്രശ്നം തീർക്കുക എന്നുള്ളതാണ്. ഈ ഗ്ലോബറീന ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഇതുപോലെ ഈ ഓൺലൈൻ മാർക്കിംഗ് അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ പരീക്ഷകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു.
ഓക്കെ, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ പേര് മാറ്റി കോ ഓപ്ടെക് എഡ്യൂടെക് എന്നാക്കി. കോപ്ടെക് എഡ്യൂടെക് എന്നാക്കി. അതായത് പണ്ട് നസീറൊക്കെ മറ്റേ സിനിമകളിൽ വന്ന പോലെ ആദ്യത്തേല് മറുകില്ലാതെ പിന്നത്തേല് മറുക് വെച്ചുകൊണ്ട് വരില്ലേ, അതുപോലെ മറുക് വെച്ചുകൊണ്ട് വന്നു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായില്ല ഈ പഴയ കമ്പനിയാണ് ഈ കമ്പനി എന്ന് മനസ്സിലായില്ല എന്നാണ് താങ്കൾ വിചാരിക്കണം. എന്റെ പൊന്നു പ്രജിത, ഈ നാട്ടിൽ ഒരു അഴിമതി നടക്കുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും മണ്ടന്മാരായതുകൊണ്ട് അവരെ പറ്റിച്ചിട്ടല്ല, പകരം അവർക്കും ചില്ലറ നമുക്കും ചില്ലറ എന്ന് പറയുന്ന വിൻ വിൻ സിറ്റുവേഷനിലാണ്. അല്ലാതെ നിങ്ങൾ എന്ത് വിചാരിക്കണത് ഞാൻ ചെന്ന് ഞാൻ ബുദ്ധിമാൻ ഞാൻ എന്ത് ചെയ്തു മറ്റവരെ പറ്റിച്ച് എന്ത് ചെയ്ത് ഇത് അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമോ? അങ്ങനെയെങ്കിൽ അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഓരോ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം എടുത്തു നോക്കിയാലും അവിടെ നടക്കുന്ന അഴിമതിയും അഴിമതികളിലെ 99.9% ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങൾ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറയില്ലേ. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എങ്ങനെയാണ് 152 തവണ പരീക്ഷ ലീക്കാവുന്നത്? ഇനി ഏറ്റവും വലിയ തമാശയുണ്ട്. ശിവദാസൻ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള MP ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എത്ര തവണ നിങ്ങൾ റീടെസ്റ്റ് നടത്തിയെന്ന് ചോദിച്ചേക്കണം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് അറിയാൻ പറ്റാതിരിക്കുമോ എത്ര പരീക്ഷകൾ രണ്ടാമത് നടത്തേണ്ടതെന്ന്? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഉത്തരം അറിയാൻ പാടില്ലെന്ന്. ഒരു 19 ഉണ്ടാവും. അങ്ങനെ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പൊ സമിതിനെ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമിതിനെ വെച്ചേക്കണോ മാത്രമല്ല, അല്ലാതെ ഇത് കൃത്യമായിട്ട് നടത്താനാണെങ്കിൽ സമിതിയിലൊന്നും വേണ്ട. അവിടെയുള്ള ഏതെങ്കിലും മിടുക്കരായ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചേക്ക് വന്നേ ഈ സംഭവം കൃത്യമായിട്ട് നടക്കണമെന്ന് ഇത് നടക്കും. അപ്പൊ ഇപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമല്ലേ കേന്ദ്ര സർക്കാർ നടത്തുന്നത്? അല്ല, ഇപ്പത്തവണത്തെ സമിതി ചിലപ്പോ അതുപോലെ ആകണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നന്ദൻ നിലേകാനിനെ ഏൽപ്പിച്ചേക്കണം. നന്ദൻ നിലേകാനി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന UID നമ്പറൊക്കെ ഉണ്ടാക്കിയത്. പണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, എനിക്ക് അദ്ദേഹം ഇമെയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റിന് അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ് ഇമെയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഈ നന്ദൻ നിലകാരിനെ വെച്ചേക്കണത് ഇപ്പൊ ഇത് കൃത്യമായി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കേരള ഇന്ത്യ ഗവൺമെന്റിലുള്ള വളരെ മിടുക്കനായിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഓഫീസറെ വിളിച്ചിട്ട് നിങ്ങൾക്കും എത്ര പേരുടെ ടീമിന് വേണോ, 150 പേരുടെ ടീമിന് വേണോ, നിങ്ങൾ എന്ത് ചെയ്തോ, പുറത്തുനിന്ന് എടുത്തോ, വേണമെങ്കിൽ കോൺട്രാക്ട് എടുത്തോ, 50 പേരെ ഞങ്ങൾ തരാം, ഡെപ്യൂട്ടേഷനിൽ എടുത്തോ എന്ന് പറഞ്ഞ് വെച്ചാൽ ഇത് ഗംഭീരമായിട്ട് നടക്കൂത്. അല്ലാതെ ഇത് വലിയ ഹെർക്കുലിയ ടാസ്ക് ഒന്നുമല്ല. ഇനി പ്രജിത് പറഞ്ഞ വേണമെങ്കിൽ ഗവൺമെന്റ് അടുത്ത് ഞാനൊരു ചലഞ്ച് ചെയ്യും, എന്നെ ഏൽപ്പിക്കും, ഞാൻ നടത്തി തരാം. 30 ലക്ഷം പേര് പരീക്ഷ എഴുതിട്ട് വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടത്തി തരാം. സർ, ഞാൻ ചോദിച്ചത് 2024 ഇത്തരത്തിലുള്ള ഒരു കാപട്യം കാണിക്കുന്നുണ്ട്. വീണ്ടും ഇപ്പൊ കൊണ്ടുവരുന്നത് നന്ദൻ നിലേക്കനി ആയാലും ആരായാലും അവർ ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. അത്രേ ഉള്ളു. ഇത് ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രമുഖമായിട്ടുള്ള കാര്യം. അല്ലാതെ താഴെ കമ്മിറ്റി ഒന്നും വെച്ചിട്ട് ഇതൊക്കെ കണ്ണി പൊടിയിട്ടിലാണ്. ഈ നാട്ടിൽ എത്ര ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കാരണം ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് തന്നിട്ട് വേണോ വേണ്ടതെന്ന് ഇവർക്ക് തീരുമാനിക്കുക. അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണം. അതേപോലെ തന്നെ ഒരു കമ്മിറ്റിയാണ്. അല്ലാതെ ഇത് ശരിക്കും വന്നൊരു IAS കാരൻ ഗംഭീരനായിട്ടുള്ള മനുഷ്യനെ വിളിച്ചിട്ട് മിടുക്കനായിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് പോലെ ഇത് കൃത്യമായിട്ട് നടത്തണോട്ടോ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ അവൻ പെർഫെക്റ്റ് ആയിട്ട് നടത്തി കയ്യിലേക്ക്. അപ്പൊ ഇതിന് പിന്നിൽ ഒരു അഴിമതിയില്ലേ? പിന്നെ അഴിമതിയല്ലാതെ നന്ദൻ നിലേക്കനി വരുന്നതിന് പിന്നിലും അയാൾക്കും ഗുണമുള്ള എന്തെങ്കിലും നന്ദൻ നിലേക്കാനി പറഞ്ഞതിന് പിന്നിൽ അഴിമതിയൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അദ്ദേഹം ഇപ്പൊ എനിക്കറിയില്ല 118 കോടി രൂപ കഴിഞ്ഞ വർഷം മാത്രം ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തേക്കുന്ന ഒരാളാണ്. പിന്നെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഈ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം അവർക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരിപ്പോ ഇതിന്റെ ഇത് ഏറ്റെടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനി BJP തന്നെ നന്നായിട്ട് BJP വിചാരിച്ചിട്ടുണ്ടാണ് ഇനി നമുക്ക് അഴിമതി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാണ്. അത് നമുക്കറിയില്ല. പിന്നെ ഇതൊന്നും അങ്ങനെ പറ്റുന്നൊരു കേസല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു 18,000 20,000 സീറ്റുകൾ ഇതിൽ നിന്ന് വിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ്. ഈ 1 ലക്ഷം കോടി രൂപയുടെ ഇടപാട് കൃത്യമായി ഇങ്ങനെ തന്നെ നടക്കണം ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് വിചാരിക്കുന്ന വലിയ മാഫിയകളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിൽ തന്നെ 50-60% പേര് ഈ മെഡിക്കൽ കോളേജ് നടത്തുന്നവർ പൊളിറ്റീഷ്യന്മാരാണ്. മനസ്സിലായേ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് കിട്ടുന്ന പണവും അവർക്ക് കിട്ടുന്നതിന്റെ പങ്കും ഒക്കെ ഇവർക്കും കൂടി കിട്ടുന്നതുകൊണ്ടാണ് ഈ പണി ഇങ്ങനെ നടക്കുന്നത്. അല്ലാതെ പ്രജിത അറിയേണ്ടത് സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഈ AIPMT എന്ന് പറഞ്ഞ പരീക്ഷ, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എത്ര തവണ മര്യാദ കിടന്നേക്കുള്ളൂ?
എയിംസ് എത്ര തവണ മര്യാദക്ക് എടുത്തേക്കണു? ക്യാറ്റ് എത്ര തവണ മര്യാദക്ക് എടുത്തേക്കണു? എത്ര തവണ മറ്റേ IIT-യുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം മര്യാദക്ക് എടുത്തേക്കണു? അപ്പൊ ഇതൊക്കെ നടത്താൻ പറ്റില്ലാത്തതുകൊണ്ടല്ലേ ഇത് മനഃപൂർവ്വമായി എന്ത് ചെയ്യപ്പെടുകയാണ്. ഇനി മനഃപൂർവ്വം അല്ലെങ്കിൽ ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കമ്മിറ്റിയൊക്കെ വിട്, വെറുതെ അതൊക്കെ സംസാരിച്ച സമയങ്ങളുണ്ട്, അതൊക്കെ വിട്. ഈ ലീക്കായി എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളെ ശിക്ഷിക്കണ്ടേ? അതെന്താ സംഭവിക്കാത്ത? അതിന് അവര് പറയുന്ന ന്യായം ഉണ്ടല്ലോ. എന്താ അവര് പറയുന്ന ന്യായം? എന്താ ഈ മിനിഞ്ഞാന്നാണ് പുള്ളി പറയണത് 47 പേരെ പിരിച്ചുവിട്ടത്. ഈ മിനിഞ്ഞാന്നാ ഏത് ഇത് മറ്റേ ഈ സമരവും അമരവും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ഈ 47 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ഇനി 47 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ കള്ളമാണ്. എന്താണെന്നറിയാമോ? ആകെ NTA ഉള്ളത് 39 സ്റ്റാഫ് ഉള്ളത് പെർമനന്റ് ആയിട്ട്. അതിൽ 15 വേക്കന്റ് ആണ്. ബാക്കി 24 പേരേ ഉള്ളു. അപ്പൊ എങ്ങനെയാണ് 47 പേരെ പിരിച്ചുവിടണം? ആരെ പിരിച്ചുവിട്ടേക്കണെന്ന് അറിയോ? കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് 73 പേര്, അവരെ അങ്ങ് പിരിച്ചുവിട്ട്. തടി കൊള്ളാത്തവനെ. അപ്പൊ പിന്നെ ഈ പ്രൊട്ടസ്റ്റ് ഇപ്പൊ സത്യത്തിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നില്ലല്ലോ. പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് തുറന്നു കാണിച്ചു. ഈ പറയുന്ന ഇവരുടെ തട്ടിപ്പും തരികിടകളും ഒക്കെ ജനത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് അടുത്ത പരീക്ഷയിലും ഇതുപോലെയുള്ള വൃത്തികേട് കാണിക്കാൻ പറ്റില്ല. അതിന് ടോക്കൺ ഓഫ് അഡ്വാൻസ് ആയിട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇങ്ങനെ എഴുതി മേടിച്ചു എന്നുള്ളത് മാത്രമല്ല. അല്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ മാറി X വന്നിരുന്നാലും Y വന്നിരുന്നാലും ഒക്കെ BJP വെക്കാൻ പോണ മന്ത്രിമാര് തന്നെയാണ്. ഇപ്പൊ പ്രഹ്ലാദ് ജോഷിയാണ് വന്നേക്കണം. ഒട്ടും കുറഞ്ഞൊരാളല്ല പുള്ളി. ഇതൊക്കെ നടത്താൻ നല്ല മിടുക്കനായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ജനം കുറെ കൂടി വിജിലന്റായി നോക്കിക്കൊണ്ടിരുന്നാൽ ഇതൊന്നും എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. അത്രേ ഉള്ളു. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യം എത്രത്തോളം ബോറിസ് ജോൺസൺ എന്ന് പറയുന്ന മറ്റേ അമേരിക്കൻ UK-യിലെ പ്രധാനമന്ത്രി എന്ത് ചെയ്യേണ്ടി വന്നു? കോവിഡ് ചട്ടലംഘനം നടത്തിയതുകൊണ്ട്, നിയമലംഘനം നടത്തിയതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു. എന്താണ്? അവിടുത്തെ ജനാധിപത്യത്തിൽ ജനങ്ങൾ അത്രത്തോളം വിജിലന്റായി നോക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പൊ അതേപോലെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഇത് സംഭവിക്കില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ നീറ്റ് പരീക്ഷ നടത്തിയതോ അത് ചോർന്നതോ 22ഓളം പേര് മരണപ്പെട്ടതോ 93 പേര് മരണപ്പെട്ടതോ 152 പരീക്ഷകൾ ലീക്ക് ചെയ്തതോ ഒന്നും അവർക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ അവരെല്ലാരും അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതേ ഇതിനകത്ത് സാധ്യമാവുള്ളൂ. അടുത്ത പരീക്ഷ കുറെ കൂടി ശ്രദ്ധിച്ച് നടത്താം എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇല്ല, നിങ്ങൾ അടുത്തത് നടത്തൂലെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോലെ എളുപ്പമുള്ള കാര്യം അല്ല. ആ പരിധി വരെ താൽക്കാലികമായ ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ എന്നിട്ടും ഇത് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും അടുത്ത സമരം ഉണ്ടാവുകയും നിങ്ങളെ തന്നെ ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടുകയും ചെയ്യും. 2029 ഇലക്ഷൻ നടക്കും. അന്നേരം ഇതിന്റെ പ്രത്യാഘാതം വീണ്ടും അനുഭവിക്കേണ്ടി വരും. പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു പരീക്ഷണം കൂടിയാണ്. അതായത് ഇയാളെങ്കിലും ശരിയാവൂ എന്ന് പറയുന്ന പരീക്ഷയാണ്. ഇത് മാറ്റിയിട്ട് ഇതെങ്കിലും ശരിയാവുക, അത് ശരിയാവൂല, എന്നാൽ ഇത് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ശരിയാവുക എന്നുള്ള പരീക്ഷയാണ്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിച്ച് നമുക്ക് ഏൽപ്പിക്കുക എന്ന് പറയുന്ന പണിയൊന്നും ചെയ്യുന്നതല്ല. നമുക്ക് കിട്ടുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇവരെങ്കിലും എന്ത് ചെയ്യുമോ? 5 കൊല്ലം ഭരിച്ചില്ലേ, ഇനി കുഴപ്പമില്ല, മാറിക്ക് ഇവര് ഭരിച്ചിട്ട് എന്ത് ചെയ്യും നോക്കട്ടെ, ശരിയാവോ? ജനത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. അതേ ചെയ്യാൻ പറ്റും.